ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു വെയിറ്റ് ലോസ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ നിങ്ങൾക്ക് ഇത് കഴിക്കാം കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു 1.5 കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 2 സ്പൂണോളം ടേബിൾ സ്പൂണോളം എടുത്ത ഓട്സും എടുത്തിട്ടുണ്ട് കേട്ടോ. ഓട്സ് അധികം എടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഇതിൻ്റെ കൂടെ ഫ്രൂട്ട്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഓവറായി പോകും. അപ്പോൾ ആവശ്യത്തിന് മാത്രം എടുക്കുക. നമുക്ക് ഇതിനി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ വെള്ളം തിളച്ച് വരാൻ തുടങ്ങി. ഞാൻ ഓട്സ് ഇതിലേക്ക് ഇടുവാണ് കേട്ടോ. ഓട്സ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പം ഫ്ലെയിമൊക്കെ കുറയ്ക്കേണ്ടവരാണ് കുറയ്ക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് പാല് വേണമെങ്കിൽ ആഡ് ചെയ്യാം, പാൽപ്പൊടിയൊക്കെ ആഡ് ചെയ്യാം. പക്ഷേ നമ്മളൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു നോക്കുമ്പോൾ അതിലേക്ക് പാലൂടെ ആഡ് ചെയ്താൽ എനിക്ക് അത് വലിയ താല്പര്യമില്ല. പക്ഷെ പാലൂടെ ആഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റിയാണ് കേട്ടോ. കുറച്ച് വെച്ചില്ലെങ്കിൽ ഈ ഓട്സ് ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ പറ്റിപ്പിടിക്കും, പിന്നെ ആകെ അഴുക്കാവും. അതുകൊണ്ട് നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളകിക്കൊണ്ടേ ഇരിക്കുക. ഇത് പെട്ടെന്ന് കുക്കാവും കേട്ടോ. അപ്പോൾ അധികം ഒന്നും ഇട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു പശയായിരിക്കും അധികം ഇട്ട് വേവിച്ചാൽ. അതുപോലെ പാല് ചേർത്താലും പെട്ടെന്ന് ഇങ്ങനെ പശയായിരിക്കും. അത് ഇച്ചിരി വെള്ളമൊക്കെ ചേർത്ത് വേണം, കൂടുതൽ ചേർത്ത് വേണം അത് ഉണ്ടാക്കാനായിട്ട്. അപ്പം തിളച്ച് വരുന്നുണ്ട്. അപ്പം നമുക്കിതിനി ഓഫ് ആകാം കേട്ടോ. ഇപ്പം ഇത്ര ഏകദേശം കുക്കായിട്ടുണ്ട്. അപ്പം നമുക്കിതിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം ചൂടോടെ തന്നെ മാറ്റി, എന്നിട്ട് ഇത് തണുക്കാനായിട്ട് വെക്കണം. ചൂടോടെ കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. തണുത്ത് കഴിയുമ്പോൾ ഒന്ന് ഉറഞ്ഞ പോലെയൊക്കെ. എന്നിട്ട് വീണ്ടും നമ്മൾ നന്നായിട്ട് ഇളക്കിയെടുക്കുക കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം ഇത് തന്നെ കൂടുതലാണ്, കാരണം നമുക്ക് ഫ്രൂട്ട്സ് എല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ ഇച്ചിരി ഹെവിയാണ്. എന്നാലും നമുക്ക് ഹെൽത്തിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് എന്തോരം വേണമെങ്കിലും കഴിക്കാം കേട്ടോ. അപ്പം ഞാൻ ഇനി ഇതിലേക്ക് ഇടാൻ പോകുന്നത് ഫ്രൂട്ട്സ് ആണ്. വേണ്ട ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കാം കേട്ടോ. അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ളതാണ് ഇടുന്നത്. ആപ്പിൾ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ സീഡ് ഇല്ലാത്ത മുന്തിരി എടുത്തിട്ടുണ്ട്. ഈ 2 ഫ്രൂട്ട്സേ ഞാൻ ഇടുന്നുള്ളൂ. നിങ്ങൾക്ക് പൊമഗ്രനേറ്റ് വേണമെങ്കിൽ ആഡ് ചെയ്യാം, അതും നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം. പക്ഷെ ആപ്പിൾ ആഡ് ചെയ്യുമ്പം അത് കഴിക്കാൻ നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ഡേറ്റ്സ് ആണ്. അപ്പം അത് ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാനൊരു 3 ഡേറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട് കേട്ടോ, കഴുകി വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം ഇതിലേക്ക് ആപ്പിൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പം ഇതുപോലെ സ്പ്രെഡ് ചെയ്തിടുക. അപ്പം നമുക്ക് എല്ലായിടത്തു നിന്നും കഴിക്കാൻ എളുപ്പം. ഇനി നമുക്ക് മുന്തിരി ഇടാം. നമുക്ക് ഡേറ്റ്സ് ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അത് കുറച്ച് ഇട്ട് കൊടുക്കുക. നമുക്ക് ഇതുപോലെ നല്ല മധുരമൊക്കെ കഴിക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ. അപ്പം ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചത്, മെൽറ്റ് ആയിപ്പോയി. അപ്പം ആ കട്ട ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നല്ല കട്ടയായിട്ടിരിക്കും. അപ്പം അതിൽ നിന്ന് ഇച്ചിരി ഗ്രൈൻഡ് ചെയ്തിടുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ല കേട്ടോ. അപ്പം ഇത് മെൽറ്റായി പോയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇടുന്നത്. അപ്പോൾ ചോക്ലേറ്റും ഇട്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് ഹണിയാണ് വേണ്ടത്. ഹണി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക, കാരണം ഹണി ഒഴിക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് ശരിക്കും കിട്ടണം കേട്ടോ. അധികമല്ല, മധുരം വേണ്ടാന്നുള്ളവർക്ക് കുഴപ്പമില്ല. അല്ലാത്തവർ നാച്ചുറൽ ഹണി കിട്ടുവാണെങ്കിൽ അത് ഈ ഫ്രൂട്ട്സിൻ്റെ പുറത്തൂടെ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഒരു 1.5-2 സ്പൂണോളം മതി കേട്ടോ. ഇപ്പം അത്യാവശ്യം ഒഴിച്ചിട്ടുണ്ട്. എല്ലായിടത്തും ചെല്ലണ രീതി, ആ ഫ്രൂട്ട്സിൻ്റെ പുറത്ത് എല്ലായിടത്തും ചെല്ലണ രീതിയിൽ ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് വേണ്ടത് പീനട്ടാണ് കേട്ടോ. എൻ്റെ കയ്യിലുള്ളത് വൈറ്റ് പീനട്ടാണ്.
അപ്പം ഈ പീനട്ടും കൂടി ഇട്ട് കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. കാരണം ഇത് കഴിക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ അത് ഭയങ്കര ടേസ്റ്റിയാണ്, നല്ല സുഖമാണ്, കഴിക്കാൻ തന്നെ നല്ല സുഖമാണ്. അപ്പം അതും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുവാണേ. നമ്മൾ ഈ ഫുഡൊക്കെ ഗാർണിഷ് ചെയ്യത്തില്ലേ, ആ രീതിയിലാണ് എല്ലാം ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൽ കൂടുതലും നിങ്ങൾക്ക് സാധനങ്ങൾ ആഡ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഇത്രയൊക്കെ ആഡ് ചെയ്യാറുള്ളൂ. അപ്പം ഇപ്പം നോക്കിക്ക് എന്നാ ഒരു ഭംഗിയെ കണ്ടാൽ കഴിക്കാൻ തോന്നില്ല, കാരണം അത്ര ഭംഗിയാണ്. അപ്പം ഇത് നമ്മളിനി എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്യൊന്നും ചെയ്യരുത്. ഈ സ്പൂണ് വെച്ച് ഒരറ്റത്തുനിന്ന് ഇങ്ങനെ എടുത്ത് കഴിക്കാം. അപ്പം ഇങ്ങനെ എടുക്കുമ്പോൾ ഇതിൽ നമുക്ക് എല്ലാം കിട്ടും. അപ്പം ഇങ്ങനെ എടുത്ത് കഴിക്കാവുള്ളൂ കേട്ടോ. അപ്പം വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണിത്. പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ഇത് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ റോൾഡ് ഓട്സും ചിയാ സീഡും മേടിക്കുക. അതിനുശേഷം റോൾഡ് ഓട്സും ചിയാ സീഡും പാലിനകത്ത് മിക്സ് ചെയ്തിട്ട് അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നെക്സ്റ്റ് മോർണിംഗ് ഇതുപോലെ ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കഴിക്കാവുന്നതാണ് കേട്ടോ. അതും നല്ലതാണ്. ഈ റോൾഡ് ഓട്സും നമ്മുടെ നോർമൽ ഓട്സും തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. അതിന് കട്ട് ചെയ്യുന്നതിൻ്റെ, അതായത് അതിൻ്റെ ന്യൂട്രീഷൻസിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഏതാണേലും നമുക്ക് നല്ലത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അതിൻ്റെ വീഡിയോ ഞാൻ വേറെ ചെയ്യാം. അപ്പോൾ ഈ ഒരു ഇത് നിങ്ങളെല്ലാവരും പ്രിപ്പയർ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും, വളരെ ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ.